നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള മാരക വിപത്തുകൾക്കെതിരെ ബോധവൽക്കരണവും പ്രതിരോധവും തീർക്കുന്നതിനായി പുതുക്കാട് നിയോജക മണ്ഡലം തലത്തിൽ ജനസഭ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 5 വർഷമായി പൂട്ടിയിട്ട അളഗപ്പാമിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മിൽ ഗേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU നിയന്ത്രണത്തിലുള്ള തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ കൊടകര ഏരിയ സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരസ്യ ശബ്ദ കലാരംഗത്തെ അതികായൻ ടോണി വട്ടക്കുഴി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കല്ലൂർ സ്വദേശിയാണ്. നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. ഇതിനായി സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രാണ പാലിയേറ്റീവിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വാഹനം കൈമാറി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഹനം അനുവദിച്ചത്. വാർത്തകൾ വിശദമായി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള മാരക വിപത്തുകൾക്കെതിരെ ബോധവൽക്കരണവും പ്രതിരോധവും തീർക്കുന്നതിനായി പുതുക്കാട് നിയോജക മണ്ഡലം തലത്തിൽ ജനസഭ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനസഭ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V സുഭാഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, N മനോജ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ് എന്നിവരും അൽജോ പുളിക്കൻ, P ജിനേഷ്, PK ശിവരാമൻ, PK ശേഖരൻ, സുധൻ കാരയിൽ, അബ്ദുട്ടി ഹാജി, രാഘവൻ മുളങ്ങാടൻ, ഡേവിസ് വില്ലടത്തുകാരൻ, KS റോസൽ രാജ്, VN അനീഷ്, ഡോക്ടർ ബിനു P ചാക്കോ, P തങ്കം, സുനിൽ കൈതവളപ്പിൽ, സൂര്യ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നാട്, നമ്മുടെ മണ്ഡലം മാത്രമല്ല, നമ്മുടെ ജില്ല മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, നമ്മുടെ രാജ്യവും ലോകത്താകമാനവും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപ്പെട്ട ഒരു സാമൂഹിക വിപത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഒരു ഗൗരവപ്പെട്ട പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേദിയാണ് ഇന്നിവിടെ നമ്മൾ ഒത്തുകൂടിയത്. ഏതാണ്ട് കുറച്ച് ആഴ്ചകളെ കേരളത്തിലെ നമ്മുടെ നാട് ഇന്ന് നേരിട്ട് പോകുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് ലഹരി. നമ്മുടെ യുവതലമുറ അതിനടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇങ്ങനെയൊരു ജനസഭ ഇത്ര പ്രാധാന്യത്തോടെ സംഘടിപ്പിച്ചതിന് ബഹുമാന്യനായ MLAയ്ക്കും അതിനുവേണ്ടി ഒത്തുകൂടിയ നിങ്ങൾക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബഹുമാന്യനായ MLA ശ്രീ രാഘവേന്ദ്ര സാറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വിശദമായി ആസൂത്രണം ചെയ്യും. അതിന് എല്ലാവിധ പിന്തുണയുമാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഞങ്ങളിപ്പോൾ പരിപാടി ഇട്ടിട്ടുള്ളത് 58 ഹൈസ്കൂളുകൾ
വായനയെ തിരിച്ചുപിടിക്കലാണ് സമൂഹം ഇന്ന് നേരിടുന്ന ലഹരി വ്യാപനത്തിലുള്ള ഫലപ്രദമായ മാർഗമെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കോടാലിയിൽ സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനശാല അടക്കമുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കാനാവൂ എന്നും MLA അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരം കരസ്ഥമാക്കിയ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി BB എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി MLA ആദരിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം KS സൂരജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CD പോൾസൺ, താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, മറ്റത്തൂർ നേതൃസമിതി ചെയർമാൻ EH സഹീർ, MP ജോഷി എന്നിവർ സംസാരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ NTCക്കു കീഴിലെ അളഗപ്പ മിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മിൽ ഗേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോവിഡിനോടനുബന്ധിച്ച് 5 വർഷം മുൻപാണ് അളഗപ്പ മിൽ പൂട്ടിയിട്ടത്. 300ഓളം തൊഴിലാളികളാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സ്ഥിരം തൊഴിലാളികൾക്ക് സമാശ്വാസമായി ലഭിച്ചിരുന്ന തുച്ഛമായ വേതനം പോലും ലഭിച്ചിട്ട് 5 മാസം പിന്നിട്ടു. മിൽ ഗേറ്റിൽ നടന്ന ധർണ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആൻറ്റു ഇല്ലിക്കൽ, M തുളസീദാസൻ, MG ജുനീഷ് എന്നിവർ പ്രസംഗിച്ചു. KD ഷാജി, സുനിത, മുരളി, പ്രീതി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇടപെടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. CITU നിയന്ത്രണത്തിലുള്ള തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ കൊടകര ഏരിയ സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാർത്തികേയൻ വട്ടോലി പറമ്പിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. PG ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, ഏരിയ ജനറൽ സെക്രട്ടറി MK അശോകൻ, PR പ്രസാദൻ, AK ബാലൻ, MK മോഹനൻ, AC വേലായുധൻ, PC ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാമ്രാജ്യത്വം രാജ്യവ്യാപകമായി ഞാൻ പങ്കെടുത്തിരുന്നു. രാജ്യത്തിന്റെ താല്പര്യവും പ്രതിഷേധവും പ്രയോഗിക്കുന്നു. ആശാവർക്കർമാരുടെ കുറ്റപത്രമായി സമർപ്പിക്കുന്ന പരസ്യ ശബ്ദ കലാരംഗത്തെ അതികായൻ ടോണി വട്ടക്കുഴി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഇസ്രായേലിൻ നാഥൻ എന്നുള്ള പാട്ടിന് മുമ്പുള്ള ജീസസ്. ആകാശവും മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് യേശുവിന്റെ വചനം മാത്രം. ഇത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് ഹിസ്റ്ററി. അങ്ങനെ ജിത്തു വിളിച്ചിട്ടാണ് പൃഥ്വിരാജിന്റെ ഊഴം എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ JP എന്ന മാർക്കേസിന് ശബ്ദം കൊടുക്കാൻ പോകും. കല്ലൂർ സ്വദേശിയാണ്. നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. വിവിധ പരിപാടികൾക്ക് ആൾ ഇന്ത്യ റേഡിയോയിലും ആയിരക്കണക്കിന് പരസ്യങ്ങൾക്കും നിരവധി ഡോക്യുമെന്ററികൾക്കുമായി 14 ഭാഷകളിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ദൈവശബ്ദം അവാർഡ് നേടിയിട്ടുണ്ട്. ഓഡിയോ ആൽബങ്ങൾക്ക് ശ്രദ്ധേയമായ ആമുഖ ശബ്ദം നൽകിയിട്ടുണ്ട്. തൃശൂരിലെ പ്രമുഖ ഇരുചക്ര വാഹന ഡീലറായിരുന്ന സെഞ്ചുറി അസോസിയേറ്റ്സിന്റെ മാനേജിംഗ് പാർട്ട്ണറായിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു. തൃശൂരിലെ റീജൻസി ക്ലബ്ബ്, ബാനർജി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, ആമ്പല്ലൂർ പാംബ്രീസ് ക്ലബ്ബ് എന്നിവയുടെ സാരഥ്യം വഹിച്ചിട്ടുണ്ട്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. തൃശൂർ കാരൂക്കാരൻ കുടുംബാംഗം റീനയാണ് ഭാര്യ. മോന ടോണിയും പരേതയായ ലിസ്റ്റോണിയും മക്കളാണ്. പ്രശാന്ത് ഷാ, സിജോ കോതാനിക്കൽ എന്നിവർ മരുമക്കളുമാണ്. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വെള്ളിക്കുളങ്ങര ഇലക്ട്രിക്കൽ സെക്ഷന് കീഴിലെ കാരിക്കടവിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കാരിക്കടവ് ആദിവാസി നഗറിലെ ട്രാൻസ്ഫോർമറിലേക്കും മരം വീണു. ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിനു സമീപം നിന്നിരുന്ന വലിയ മരമാണ് ട്രാൻസ്ഫോർമറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്.
ഇതേ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വരന്തരപ്പള്ളി കോരനൊടിയിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് വീണു. ആർക്കും പരിക്കില്ല. ചെമ്മണ്ട രത്നയുടെ വീടിനു മുകളിലേക്ക് സമീപത്തെ പറമ്പിലെ തെങ്ങ് വീണു. വീടിന്റെ മുകളിലുള്ള ട്രസ്സിനും വാട്ടർ ടാങ്കിനും കേട് സംഭവിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രാണ പാലിയേറ്റീവിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വാഹനം കൈമാറി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഹനം അനുവദിച്ചത്. ഇതുവരെ വാടകയ്ക്കെടുത്ത വാഹനത്തിലായിരുന്നു പാലിയേറ്റീവ് പ്രവർത്തനം നടത്തിയിരുന്നത്. പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് റാണി സക്കറിയ താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ടില്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ എബിൻ തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ KU വിജയൻ, ഭരണസമിതി അംഗം തോമസ് തൊകലത്ത്, സെക്രട്ടറി ഇൻചാർജ് PB ജോഷി, ഡോക്ടർ അനൂപ് ജോർജ്, ഡോക്ടർ ശ്രീവത്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ തന്നെ മാതൃകാപരമായ തദ്ദേശ ഗവൺമെന്റുകളെ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്തിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒത്തുപിടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും നമ്മുടെ മറ്റ് വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളിൽ നമ്മളിങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതിന്റെ താക്കോൽദാന കർമ്മവും വണ്ടിയുടെ ഫ്ലാഗ് ഓഫും ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഭാഗമായി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ചു വരികയാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പഞ്ചായത്തിലെ ഉപകേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക എന്നുള്ളത്. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. ഇതിനായി സബ് രജിസ്ട്രാർ ഓഫീസ് സംഘടനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, കോടാലി സബ് രജിസ്ട്രാർ V ബെന്നിച്ചൻ, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, ആധാരമെഴുത്ത് സംഘടനാ പ്രതിനിധികൾ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. MLA അധ്യക്ഷനായും സബ് രജിസ്ട്രാർ കൺവീനറായും ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ IMA-യുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. ഫാദർ ജെയ്സൺ പുതുപ്പുള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NG രാധാകൃഷ്ണൻ, സംഘടനാ പ്രസിഡന്റ് ഈഷി ആന്റോ, ബ്ലിസൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ 40 പേർ രക്തദാനം ചെയ്തു. അതിനോടൊപ്പം വളരുന്നു. പക്ഷെ പലപ്പോഴും നന്മയുടെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വ്യത്യസ്തമായിട്ട് നന്മയുടെ പുതിയൊരു മുഖമായി തീരുവാൻ വേണ്ടി നമ്മുടെ ഇടവകയുടെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി IMA-യോട് ചേർന്നുകൊണ്ട് രക്തദാനം മഹാദാനം എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി രക്തം നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ നന്മയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് മാറി. കല്ലൂരിലെ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളും രോഗബാധിതർ. ചികിത്സയ്ക്കായി വേണ്ടത് 1 കോടി രൂപ. ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ആദൂർ 14-ാം വാർഡിൽ ചക്കാലമറ്റത്ത് വളപ്പിൽ ജിബിൻ ജോസഫ്, ഭാര്യ ജെമി ജിബിൻ, മകൻ 11 വയസ്സുകാരൻ ജെഫ് ജിബിൻ എന്നിവരാണ് രോഗപീഠകളിൽ കഴിയുന്നത്. ജിബിനും ഭാര്യ ഫെമിയും കഴിഞ്ഞ 20 വർഷമായി വെള്ളപ്പാണ്ടിൻ്റെ അസുഖം മൂലം മരുന്നുകൾ കഴിച്ചിരുന്നു. ഇതിൻ്റെ പാർശ്വഫലമായി കുടലിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന അസുഖം പിടിപെടുകയും അതിനെ തുടർന്ന് കുടലിലും മലദ്വാരത്തിലും വലുതും ചെറുതുമായ മുഴകൾ നിറയുകയുമായിരുന്നു. മുഴകൾ നീക്കം ചെയ്യുന്നതിന് വലിയൊരു ശസ്ത്രക്രിയ വേണം. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലും ആകാതെ ജീവിതകാലം മുഴുവൻ ചികിത്സയുമായി മുന്നോട്ടു പോകേണ്ട ഗതികേടിലാണ് ഇരുവരും. മാസം 20,000 രൂപയോളം ഇരുവർക്കും മരുന്നിന് മാത്രമായി ചിലവഴിക്കണം. ഇവരുടെ ഏക മകനാണ് ജെഫ് എന്ന 11-കാരൻ. പ്രസവ സമയത്തെ സങ്കീർണതകൾ മൂലം ബ്രെയിനിലും സ്പൈനൽ കോഡിലും തകരാർ സംഭവിച്ച ജെഫിന്
ഇതുവരെ നടക്കുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന ജെഫിനെ ശുശ്രൂഷിക്കാൻ എപ്പോഴും ഒപ്പം കൂടെയുണ്ടാകേണ്ട അവസ്ഥയാണ് ജിബിനും ഫെമിക്കും. നീണ്ട നാളത്തെ ചികിത്സാ ചിലവുകൾക്കായി ഇരിക്കുന്ന കിടപ്പാടം ഉൾപ്പെടെ പണയപ്പെടുത്തിയതോടെ തുടർ ചികിത്സയ്ക്കും അതിജീവനത്തിനുമായി ഭീമമായ തുക കണ്ടെത്തേണ്ട നിലയിലാണ് ഈ കുടുംബം. ഞങ്ങൾക്ക് 3 പേർക്കും മോനാണെങ്കിൽ ജനിച്ചിട്ട് ഇന്ന വരെ നടന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ബ്രെയിൻ സ്പൈനൽ ഡാമേജാണ്. എനിക്കും വൈഫിനും പാണ്ടിൻ്റെ കൊണ്ട് കല്യാണം കഴിച്ചാണ്. കുറേ മരുന്നുകൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം തൊണ്ട മുതൽ അടി വരെ തൊലിയൊക്കെ പറഞ്ഞു പോയി. അൾസറേറ്റീവ് പിന്നെ 3 സെൻറ്റിമീറ്ററുള്ള മുഴകൾ വന്നെന്ന് അറിയണം. അതിന് ഓപ്പറേഷൻസ് കുറേ നടക്കണമുണ്ട്. ഞങ്ങളുടെ എല്ലാം എന്താ പറയുക, ഇപ്പോൾ വീടും ജോലിയും ഒക്കെ പോയി, എല്ലാം പണയം വെച്ചും എല്ലാം എന്താ പറയുക മോൻ്റെ ചികിത്സ ഇവിടം വരെ എത്തിച്ചത്. മോനാണെങ്കിൽ നടന്നിട്ടുമില്ല, 11 വയസ്സായി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും എല്ലാവരുടെയും സഹായം വേണം. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഞങ്ങളുടെ ചികിത്സകളൊക്കെ മരണം വരെ ഞങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ മകനിപ്പോൾ ഇതുവരെ നടന്നിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് അവനെ ഒന്ന് നടത്തണം, സംസാരിപ്പിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ഇതുപോലുള്ള ഓപ്പറേഷൻസും ചികിത്സകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തോരം കാലം ഞങ്ങൾ ജീവിച്ചിരിക്കണം, അതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ എല്ലാവരും സഹായിക്കണം. ഇതൊരു 3 പേരുടെ ജീവൻ നിലനിർത്താനുള്ളൊരു കാര്യമാണ്. പരമാവധി എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. 3 പേരുടെയും ചികിത്സയ്ക്കായി 1 കോടി രൂപയോളം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ കുടുംബത്തെ സഹായിക്കാൻ കെ രാമചന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് എന്നിവർ രക്ഷാധികാരികളും വാർഡ് മെമ്പർ സലീഷ് ചെമ്പാറ ചെയർമാനുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിര താമസക്കാരായ ജിബിനും ഫാമിലിക്കും 3 പേരാണ്. ജിബിനും അതുപോലെ ഭാര്യ ഫെമി അതുപോലെ മകൻ, ഈ 3 പേർക്കും ഒരു മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. നമുക്ക് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, അവർക്ക് ജോലിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥ. അപ്പോൾ അത്തരം സാഹചര്യം നമ്മളിവിടെ നാട്ടുകാരും അതുപോലെ എല്ലാ MLA അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്ന ആളുകൾ ഞങ്ങളൊരു ജനകീയ സമിതി രൂപീകരിച്ച് അവർ ചികിത്സയ്ക്കായി വേണ്ടിയിരുന്ന 1 കോടി രൂപയോളം ചികിത്സയ്ക്കായി വേണം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒട്ടനവധി തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മളിത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതിനൊക്കത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടുകാരും എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി 1 കോടി രൂപ സമാഹരിച്ച് ഇവരുടെ ചികിത്സയൊക്കെ നല്ല രീതിയിലാക്കിക്കൊണ്ട് ഈ കൊച്ചുമകനെ നമ്മുടെ മക്കളോടൊപ്പം ഓടിക്കളിക്കാവുന്ന രീതിയിൽ അവനെ നമുക്ക് ജീവിതത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ കുടുംബത്തെ നമുക്ക് പറ്റണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുക. ഈ കുടുംബത്തെ നമുക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സുമനസ്സുകൾക്ക് കനറ ബാങ്കിൻ്റെ തൃക്കൂർ ബ്രാഞ്ചിൽ 1128486833 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. ജിബിനും ഭാര്യ ഫെമിയും ഏകമകൻ ജെഫ് എന്ന ഈ കുഞ്ഞുമോനും കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത രോഗപീഠകളിലൂടെയാണ്. ഈ കുടുംബത്തിന് ജീവനും ജീവിതവും നിലനിർത്താൻ ഉദാരമതികളുടെ കൈത്താങ്ങ് ആവശ്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കലാജാഥയും ഫ്ലാഷ് മോബും തിങ്കളാഴ്ച രാവിലെ 9 നടത്തും. ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ ശബ്ദോപയോക്താക്കൾക്കായി വോക്കോളജി സർട്ടിഫിക്കറ്റ് കോഴ്സ് മെയ് 14 മുതൽ 18 വരെ നടത്തുന്നു. ഈ കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള അവസാന തീയതി ഏപ്രിൽ 30 കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 0487233667. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8230 രൂപ, പവന് 65,840 രൂപ. ചെങ്ങാലൂർ അരിമ്പൂര് വടക്കൻ തോമസിന്റെ ഭാര്യ ആനി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 ചെങ്ങാലൂർ കർമ്മല മാതാവിൻ പള്ളിയിൽ. ജോയ്സി, ജോസ്മോൻ എന്നിവർ മക്കളും ലോറൻസ്, ഷിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള മാരക വിപത്തുകൾക്കെതിരെ ബോധവൽക്കരണവും പ്രതിരോധവും തീർക്കുന്നതിനായി പുതുക്കാട് നിയോജക മണ്ഡലം തലത്തിൽ ജനസഭ സംഘടിപ്പിച്ചു.
KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 5 വർഷമായി പൂട്ടിയിട്ട അളഗപ്പ മിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മിൽ ഗേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU നിയന്ത്രണത്തിലുള്ള തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ കൊടകര ഏരിയ സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരസ്യ ശബ്ദ കലാരംഗത്തെ അതികായൻ ടോണി വട്ടക്കുഴി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കല്ലൂർ സ്വദേശിയാണ്. നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. കോടാലി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനകീയ സൗഹൃദ സമിതി രൂപീകരിച്ചു. ഇതിനായി സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രാണ പാലിയേറ്റീവിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വാഹനം കൈമാറി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഹനം അനുവദിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.